കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയുടെ പേരിലുള്ള വിവാദങ്ങളിൽ പങ്കാളികളാകേണ്ടെന്ന വി.ഡി. സതീശൻ ക്യാമ്പിന്റെ തീരുമാനം. യു.ഡി.എഫ് അനുഭാവികളെയും ഘടകകക്ഷികളെയും നിരാശരാക്കുന്ന സാഹചര്യമാണെന്നും സതീശൻ ക്യാമ്പ് വിലയിരുത്തുന്നു. നിലവിലെ ചർച്ചകളിൽ പ്രവർത്തകരും ഘടകകക്ഷികളും നിരാശരാണെന്നാണ് സതീശന്റെ അനുയായിയും കെ.പി.സി.സി ജനറൽ സെക്രട്ടറിയുമായ കെ.പി. നൌഷാദ് അലി പറയുന്നത്. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും കെ.സി. വേണുഗോപാലിനും ദല്ലാളന്മാരുടെ സേവനം ആവശ്യമില്ല. തങ്ങളുടെ ശ്രമഫലമായാണ് എല്ലാം നടക്കുന്നതെന്ന് വരുത്തി തീർക്കാൻ ചില ഗ്രൂപ്പ് മാനേജർമാർ ശ്രമിക്കുകയാണെന്നും നൌഷാദ് അലി പറഞ്ഞു. വി.ഡി. സതീശനായാലും കെ.സി. വേണുഗോപാലായാലും രമേശ് ചെന്നിത്തല ആയാലും ഒക്കെ അവർക്ക് പദവികളിലേക്ക് വരാനോ കോൺഗ്രസിൽ മുന്നോട്ട് പോകാനോ ഒന്നും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ദലാളുമാരുടെയോ ഗ്രൂപ്പ് മാനേജർമാരുടെയോ ഒന്നും ഒരു തരത്തിലുള്ള സേവനവും ആവശ്യമില്ല. അല്ലാതെ തന്നെ കോൺഗ്രസിൽ ആഗ്രഹിക്കുന്ന തലങ്ങളിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള അത്തരം പരിവേഷം ആർജിച്ച നേതാക്കളാണ് അവരൊക്കെ. അപ്പോൾ പക്ഷെ ചില ആളുകൾ തങ്ങളാണ് ഇതിൻ്റെയൊക്കെ വക്താക്കൾ, തങ്ങളുടെ ശ്രമഫലമാണ് ഇത്തരം മാറ്റങ്ങൾ വരാൻ പോകുന്നത് എന്നൊക്കെ വരുത്തി തീർക്കാൻ, അവർക്ക് റോൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളാണ് മൊത്തത്തിൽ പൊതുസമൂഹത്തെയും യു.ഡി.എഫിന് വോട്ട് ചെയ്ത അനുഭാവികളെയും വലിയ ജനസമൂഹത്തെയൊക്കെ നിരാശയിലാഴ്ത്തുന്നത്. അതുകൊണ്ട് ഗ്രൂപ്പ് മാനേജർമാർക്കും ദലാളുമാർക്കും ഒന്നും പാർട്ടിയിൽ ഒരു തരത്തിലുള്ള ഇടവും ഇല്ല എന്നുള്ളതാണ് പ്രവർത്തകരുടെ വികാരം. അത് മാനിക്കുന്നത് അവർക്കൊക്കെ നന്നാവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എം കെ ഷുക്കൂർ വിവരങ്ങൾ നൽകും. ഷുക്കൂർ, ഈ വോട്ടെടുപ്പിന് ശേഷം വ്യാപകമായി കോൺഗ്രസ് വലിയ വിമർശനം നേരിട്ടത് ഇത്തരം ചർച്ചകൾക്ക് പിന്നാലെയാണ്. മുഖ്യമന്ത്രി ആരെന്ന ചോദ്യവും അതിനെ തുടർന്നുണ്ടായ ചർച്ചകളുമൊക്കെ അത് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ നിരാശയും പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ അപഹാസിക്കുകയും ചെയ്ത ചില ചർച്ചകളായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പിന്മാറ്റമാണോ? ജിൽസി, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, ഈ മൂന്ന് പേരുകളാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. ഈ മൂന്ന് പേരെയും ചുറ്റിപ്പറ്റി പല അഭിപ്രായങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്നു വന്നു. ഈ മൂന്ന് പേരിൽ ഓരോരുത്തരുടെ പേര് ചൂണ്ടിക്കാട്ടി ഇവരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹരെന്ന് അവരുടെ ഗ്രൂപ്പിലെ ചില വ്യക്തികളും അതുപോലെ തന്നെ ചില മുതിർന്ന നേതാക്കളും പറയുന്ന സ്ഥിതിയുണ്ടായി. ഇത് മോശം അവസ്ഥയിലേക്ക് പോയി. ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ളവർ അവരുടെ അതൃപ്തി പരസ്യമാക്കുകയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ക്യാമ്പ് ഇതിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നിലവിലുള്ള വിവാദങ്ങളിൽ പങ്കുചേരേണ്ടതില്ല. വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്ന ആരും അദ്ദേഹമാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്നൊരു നിലപാട് പരസ്യമായി സ്വീകരിക്കേണ്ടതില്ല. അത്തരമുള്ള ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കണമെന്നൊരു നിർദ്ദേശമാണ് പൊതുവെ വി.ഡി. സതീശൻ ക്യാമ്പിൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് വി.ഡി. സതീശൻ ക്യാമ്പിലെ പ്രമുഖരും ഒപ്പം തന്നെ സതീശന്റെ അനുയായി കൂടിയായ കെ.പി. നൌഷാദ് അലി, കെ.പി.സി. ജനറൽ സെക്രട്ടറി കെ.പി. നൌഷാദ് അലിയുടെ ഒരു പ്രതികരണം ഇപ്പോൾ നമ്മൾ നൽകിയത്. ഏതെങ്കിലും നേതാക്കൾക്ക് ഗ്രൂപ്പ് മാനേജർമാരുടെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രിയാകേണ്ട സ്ഥിതിവിശേഷമില്ല. അവർക്ക് തന്നെ സ്വയം മുഖ്യമന്ത്രിയാകാനുള്ള നേതൃപാഠവും ശേഷിയും കോൺഗ്രസിൽ അവരുടെ സീനിയോറിറ്റിയുമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകളെ കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്നെ ഇടപെട്ട് നിരുത്സാഹപ്പെടുത്തുകയും നടപടി എടുക്കുകയും വേണമെന്നുകൂടിയാണ് ഈ സതീശൻ ക്യാമ്പ് ആവശ്യപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഫ്ലക്സ് ബോർഡ് ആലുവ തോട്ടുമുക്കത്ത് ഉയരുകയുണ്ടായി. വലിയ ഒരു ഹോർഡിംഗ്സ് ആയാണ് അത് ഉയർന്നിട്ടുള്ളത്. ഏറെ അധ്വാനിച്ച് തന്നെയാണ് അത്തരമൊരു ഫ്ലക്സ് ബോർഡ് അവിടെ സ്ഥാപിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്ന്, മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല ഇന്ന് എറണാകുളത്ത് വരുന്നുണ്ട്. അദ്ദേഹം ഒരു അവാർഡ് വാങ്ങിക്കാനാണ് വരുന്നത്. ആ ഒരു ദിവസം തന്നെയാണ് വി.ഡി. സതീശന്റെ പേരിൽ ഒരു ഫ്ലക്സ് ബോർഡ് ഇതുപോലെ ഉയർന്നിട്ടുള്ളത്. ഏതായാലും കോൺഗ്രസിലെ മുഖ്യമന്ത്രി പദവിക്കായി മൂന്ന് പേരുടെയും പേരുകളിൽ പോഡ്കാസ്റ്റുകളും അതുപോലെ തന്നെ പുസ്തക പ്രകാശനങ്ങളും അടക്കമുള്ള പ്രതിച്ഛായ നിർമ്മാണ പരിപാടികൾ കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. അതിനിടെയാണ് ഇത്തരം ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനം സതീശൻ ക്യാമ്പ് എടുത്തിരിക്കുന്നത്.